ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. നല്ലൊരു മുന്നേറ്റം രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നു. 24,290 എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവിടെ നിഫ്റ്റിക്ക് നിലനിൽക്കാനാവാതെ താഴത്തേക്ക് വന്നതായിട്ട് കാണാം. ഒടുവിൽ 24,119 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സിലും നല്ലൊരു വളറ്റിലിറ്റി കാണാൻ കഴിയും. ഇന്ത്യ വിക്സ് ഇന്ന് 18 എന്ന ലെവലിലേക്ക് തിരിച്ചു വരികയുണ്ടായത്. ഒരു ഘട്ടത്തിൽ 17ലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് 18ലേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ശക്തമായ ബൈങ് നടക്കുന്നത് ഇപ്പോൾ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പ് സെഗ്മെന്റിലാണ്. അവിടെ 1% മേലെയുള്ള മുന്നേറ്റം ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ നിഫ്റ്റി ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെഗ്മെന്റുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. 56% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏർലി മോർണിംഗ് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിരുന്നു. അതുപോലെ തന്നെ ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് റൂളിംഗ് പാർട്ടിക്ക് മെജോറിറ്റി കിട്ടിയത് അത് മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡൊമസ്റ്റിക് ക്യൂസും ഗ്ലോബൽ ക്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റം മോർണിംഗ് ട്രേഡിൽ ഉണ്ടായെങ്കിലും പിന്നീട് അവിടെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ നേട്ടങ്ങൾ ഏകദേശം പകുതിയോളം കുറച്ചുകൊണ്ട് നമുക്ക് നിഫ്റ്റി ഒടുവിൽ ക്ലോസ് ചെയ്തായിട്ടും കാണാം. അപ്പോൾ ഇറാൻ US കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിട്ട് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു ഘട്ടത്തിൽ ഇന്ന് 114 വരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഡോളറിനെതിരെ റുപ്പിയിലും ശക്തമായൊരു വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രൊജക്ട് ഫ്രീഡം എന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാനുള്ള US-ന്റെ സൈനികമായിട്ടുള്ളതും അത് മാനുഷികമായിട്ടുള്ളതുമായ ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിശേഷിക്കപ്പെടുന്നത്. ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഹോർമസ് സ്ട്രെയിറ്റിൽ മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 1000-ഓളം ഫോറിൻ ഷിപ്സ്, അവിടെ ഏകദേശം 20,000-ഓളം നാവികരും ആ ഷിപ്പുകളിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഫ്രീഡം എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനായിട്ടുള്ള കുറേ സജ്ജീകരണങ്ങൾ അവിടെ അമേരിക്കൻ സേന ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈഡഡ് മിസൈൽസ്, അതുപോലെ ഡിസ്ട്രോയറുകൾ, 100-ലധികം വിമാനങ്ങളും ഡ്രോണുകളും ഏകദേശം 15,000-ഓളം സൈനികരും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സന്നാഹമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എസ്കോർട്ട് US കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയേണ്ടതാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാണ്. കാരണം അവിടെ ഇറാനെ ഇത് പ്രകോപിപ്പിച്ചു. അപ്പോൾ അമേരിക്കൻ സൈന്യം കടലിടുക്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവരെ തീർച്ചയായിട്ടും നമ്മൾ ആക്രമിക്കുമെന്ന് ഇറാനും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ പൂർണ്ണമായ സുരക്ഷാ ചുമതല ഇറാൻ്റെ സൈന്യത്തിനാണെന്നും ഇറാനുമായി ബന്ധപ്പെടാതെ ഒരു കപ്പലും കടന്നു പോകാൻ ശ്രമിക്കരുത് എന്നുമാണ് അവർ പറയുന്നത്. അതുപോലെ US ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം നിലവിലുള്ള സീസ് ഫയറിൻ്റെ ഒരു ലംഘനമായിട്ടും ഇറാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇറാൻ മുഴക്കിയതോടുകൂടി അത് മൊത്തത്തിൽ ഒരു ആശങ്ക പടർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്ന് 114 വരെ ഉയർന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ആദ്യ പകുതിയിൽ ഓട്ടോ, FMCG സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഒരു GST കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച വന്നത് വളരെ പോസിറ്റീവാണ്. അത് 2.43 ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2025 ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഏകദേശം 8% ഒരു വർധനമാണ്. അപ്പോൾ GST നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ഉയർന്ന മന്ത്ലി കളക്ഷനാണ് GSTയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ GST കളക്ഷൻ ഉയരാനുള്ള ഒരു പ്രധാന കാരണം വിദേശത്ത് നിന്നുള്ള ഇമ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടിൽ നിന്നുള്ള വരുമാനം 25%-ഓളം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് നിന്നുള്ള വരുമാനം 4% വെച്ചിട്ടാണ് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ GST കളക്ഷൻ ഡാറ്റ നമ്മുടെ എക്കണോമിയുടെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നമ്മൾ കാണേണ്ടി വരും. കാരണം ഇൻഫ്ലേഷനും ഗ്ലോബൽ അൺസർട്ടനിറ്റിക്കും ഇടയിൽ ഈ രീതിയിലുള്ള GST കളക്ഷൻ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അപ്പോൾ ഇന്ന് FMCG സെഗ്മെൻറ്റിലും ഓട്ടോയിലും അതുപോലെ മറ്റ് സെഗ്മെൻറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന് ഈ GST കളക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ റിയൽറ്റി സെഗ്മെൻറ്റിലും ഇന്ന് 2% മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായി മുന്നേറിയിട്ടുള്ളത് നിഫ്റ്റി റിയൽറ്റി ഇൻഡെക്സ് ആണ്. 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു മുന്നേറ്റം റിയൽറ്റിയിൽ ഉണ്ടായുള്ള കാരണം ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ റിസൾട്ടാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ വലിയൊരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഏർണിങ്സിലെ ചില ഹൈലൈറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 70% വെച്ചിട്ടാണ് വളർന്നിട്ടുള്ളത്. അതുപോലെ റവന്യൂ ആണെങ്കിൽ 64% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിയൽറ്റി സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച
ഒരു ക്വാർട്ടർലി റിസൾട്ടാണ്. അപ്പോൾ അവരുടെ ആ ഒരു ബുക്കിങ്ങിൻ്റെ ആ ഒരു വാല്യൂ, അതായത് അവരുടെ പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസിൽ നടക്കുന്ന ബുക്കിങ്ങിൻ്റെ ഒരു വാല്യൂ അതിപ്പോൾ ഉയർന്നിട്ട് 10,163 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഈ ഒരു മുന്നേറ്റം മൊത്തം റിയാലിറ്റി ഇൻഡെക്സിനെ പോസിറ്റീവായിട്ട് ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് ആ ഒരു സെഗ്മെൻറ്റിൽ ഹൗസിംഗ് പ്രോപ്പർട്ടികൾക്കുള്ള ആ ഒരു ഡിമാൻഡ് ശക്തമായിട്ട് ഉയരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിന് മുമ്പേ വന്ന ഫിനിക്സ് മിൽസിൻ്റെയും മൈൻഡ് സ്പൈസിൻ്റെയും ഒക്കെ റിസൾട്ട് ഇതേ രീതിയിൽ വളരെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ ഗോദ്രേജ് റിസൾട്ട് കൂടി വന്നതോടെ മറ്റ് റിയാലിറ്റി സ്റ്റോക്കുകളായിട്ട് DLF, അതുപോലെ മാക്രോടെക് ഡെവലപ്പേഴ്സ്, അബ്രായ് റിയാലിറ്റി പോലെയുള്ള സ്റ്റോക്കുകളിലും ആ ഒരു ഉണർവ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്ന് നിഫ്റ്റി 50 കമ്പനികളിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത്, ഏകദേശം 5% മുന്നേറിയത് അദാനി പോർട്സ് ആണ്. അപ്പോൾ അവരുടെ ഒരു Q4 റിസൾട്ട് മുമ്പേ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഒരു കാർഗോ വോളിയം അവിടെ 15% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്ര മികച്ച ഒരു വളർച്ച നേടിയത് അത് ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജെഫ്രീസ് പോലെയുള്ള പല ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളും അദാനി പോർട്സിൻ്റെ ആ ഒരു ടാർഗറ്റ് റേറ്റ് അവർ ഉയർത്തിയതായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ Q4 ഇവരുടെ റവന്യൂ 26% വർദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 10% വർധനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബലായിട്ട് ഈ ഷിപ്പിംഗ് റൂട്ടുകളിൽ പ്രത്യേകിച്ച് Iran-US സംഘർഷം കാരണം അവിടെ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു പോർട്ട്, അതേപോലെ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കുള്ള അദാനി പോർട്സ് പോലെയുള്ള കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയാണ്. അതുപോലെ ഇന്ന് മറ്റൊരു സ്റ്റോക്ക് ശക്തമായി മുന്നേറിയതായിട്ട് കാണുന്നത് മീഷോ ആണ്. അപ്പോൾ ഗ്ലോബൽ റിസർച്ച് ഫേമായിട്ടുള്ള JP Morgan മീഷോയ്ക്ക് അനുകൂലമായുള്ള ഒരു ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ മീഷോ അവരുടെ പ്ലാറ്റ്ഫോമിൽ മാൾ എന്ന പേരിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ സഹായിക്കുമെന്നാണ് JP Morganൻ്റെ റിസർച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നമുക്കിന്ന് മീഷോ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് പോയ മറ്റൊരു സ്റ്റോക്കാണ് ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ്. അപ്പോൾ Q4 ഈ കമ്പനിയുടെ റവന്യൂ ഏകദേശം 16% വർദ്ധിച്ചിട്ട് 700 കോടി രൂപ കടന്നതായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ ആ ഒരു ഡയഗ്നോസ്റ്റിക് ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളർച്ച ഏകദേശം 13% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പല ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതും ഈ സ്റ്റോക്കിൻ്റെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇതുപോലെ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തിയ മറ്റൊരു സ്റ്റോക്കാണ് RR കേബിൾ. അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ 43% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5ഓളം ക്വാർട്ടറുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല റിസൾട്ടുകളാണ് ഈ RR കേബിൾ പുറത്തുവിടുന്നത്. അപ്പോൾ ഇവരുടെ റവന്യൂവിനേക്കാൾ വേഗത്തിൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ RR കേബിളിൻ്റെ ഈ ഒരു പോസിറ്റീവ് റിസൾട്ട് മറ്റ് വയർസ് ആൻഡ് കേബിൾസ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകളിൽ പ്രതിഫലിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ റഡാറിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ലെവലുകൾ നോക്കുകയാണെങ്കിൽ 24,200, 250 ഇതാണ് ഏറ്റവും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വൻതോതിലുള്ള കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ 24,250 കടന്ന് ഒരു സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് കവറിങ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 24,350 അടുത്ത ശക്തമായ ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഈ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 ഇപ്പോൾ ഒരു സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പുട്ട് റേറ്റേഴ്സ് വളരെ സജീവമാണ്. എന്നാൽ ആ ലെവൽ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ 23,800, 23,900 എന്ന ലെവലാണ് ശക്തമായ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കാനുള്ള സാധ്യത. അപ്പോൾ നാളെ ഏതായാലും നിഫ്റ്റി എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.